മഞ്ഞു മൂടിയ ഒരു വൈകുന്നേരം സിറ്റിയിലെ ഏറ്റവും ആഡംബരപൂർണമായ ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത് പ്രശസ്ത വ്യവസായി സഞ്ജയ് മേനോനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൻ്റെ പൂട്ടിയിട്ട കിടപ്പുമുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരുന്നു. പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും അവർക്ക് ഇതൊരു ലളിതമായ ആത്മഹത്യയായിട്ടാണ് തോന്നിയത്. എന്നാൽ സിറ്റിയിലെ ഏറ്റവും മികച്ച ഡിറ്റക്റ്റീവായ രവി വിക്രം ഈ കേസ് ഏറ്റെടുത്തു. അദ്ദേഹം വാതിലിൻ്റെയും ജനലിൻ്റെയും പൂട്ടിൻ്റെ അവസ്ഥ പരിശോധിച്ചു. ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്, രവി പറഞ്ഞു. വാതിൽ അകത്തുനിന്ന് പൂട്ടിയതുപോലെ തോന്നുമെങ്കിലും ഒരു വിദഗ്ധന് ഇത് പുറത്തുനിന്ന് പൂട്ടാൻ കഴിയും. മാത്രമല്ല, ജനൽ അല്പം തുറന്നിട്ടിരിക്കുന്നു. അത് കൊലയാളിക്ക് രക്ഷപ്പെടാൻ ഒരു വഴി നൽകിയിട്ടുണ്ടാകാം. രവി പിന്നീട് കിടപ്പുമുറി പരിശോധിക്കാൻ തുടങ്ങി. അവിടെ അദ്ദേഹം കുറച്ച് രക്തത്തുള്ളികളും ഒരു പുതിയ കീ ചെയിനും കണ്ടെത്തി. രക്തത്തുള്ളികൾ സഞ്ജയ് മേനോൻ്റേതായിരുന്നില്ല, അത് കൊലയാളിയുടേതായിരിക്കാം. കീ ചെയിൻ വളരെ വ്യത്യസ്തമായിരുന്നു. അത് ഒരു പഴയ കാറിൻ്റെ കീ ചെയിനായിരുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്, രവി പറഞ്ഞു. നമുക്ക് ഈ കൊലയാളിയെ കണ്ടെത്തണം. രവി വിക്രം അന്വേഷണം ആരംഭിച്ചു. അദ്ദേഹം സഞ്ജയ് മേനോൻ്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ബിസിനസ് പങ്കാളികളുമായി സംസാരിച്ചു. എല്ലാവരും സഞ്ജയ് മേനോൻ ഒരു നല്ല മനുഷ്യനായിരുന്നെന്നും അദ്ദേഹത്തിന് ശത്രുക്കളില്ലെന്നും പറഞ്ഞു. എന്നാൽ രവി ഇത് വിശ്വസിച്ചില്ല. ഓരോ വ്യക്തിക്കും ഒരു രഹസ്യമുണ്ടാകും. അദ്ദേഹം അത് കണ്ടെത്താൻ തീരുമാനിച്ചു. രവി പിന്നീട് സഞ്ജയ് മേനോൻ്റെ ഫോൺ റെക്കോർഡുകൾ പരിശോധിച്ചു. അവിടെ അദ്ദേഹം ഒരു അജ്ഞാത നമ്പറിൽ നിന്നുള്ള ധാരാളം ഫോൺ കോളുകൾ കണ്ടെത്തി. ഈ നമ്പറിൻ്റെ ഉടമയെ കണ്ടെത്താൻ അദ്ദേഹം പോലീസുകാരോട് ആവശ്യപ്പെട്ടു. ഈ സമയം കൊലപാതകത്തിൻ്റെ വാർത്ത പത്രങ്ങളിൽ വന്നു. നഗരത്തിലുടനീളം ഭീതി പടർന്നു. എല്ലാവരും കൊലയാളിയെ കണ്ടെത്താൻ ഡിറ്റക്റ്റീവ് രവി വിക്രമിനെ പ്രതീക്ഷിച്ചിരുന്നു. സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചു. സഞ്ജയ് മേനോൻ്റെ ഫോണിലേക്ക് തുടർച്ചയായി വന്ന ആ അജ്ഞാത നമ്പറിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു രവി വിക്രം. സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ ആ നമ്പർ ഒരു പ്രീപെയ്ഡ് സിം കാർഡാണെന്നും അത് വ്യാജ മേൽവിലാസത്തിലാണ് എടുത്തിരുന്നതെന്നും രവി കണ്ടെത്തി. എന്നാൽ ആ നമ്പറിൻ്റെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ രവിക്ക് ഒരു പ്രധാന സൂചന ലഭിച്ചു. കൊലപാതകം നടന്ന രാത്രിയിൽ ആ ഫോൺ കൃത്യമായി സഞ്ജയ് മേനോൻ്റെ ഫ്ലാറ്റിന് പരിസരത്തുണ്ടായിരുന്നു. ഇതൊരു സാധാരണ കൊലപാതകമല്ല, തൻ്റെ സഹായിയായ ഹരിയോട് രവി പറഞ്ഞു. കൊലയാളി ഇരയുമായി വളരെ അടുത്ത ബന്ധമുള്ള ആരോ ആണ്. ഈ ഫോൺ കോളുകൾ വെറും ഭീഷണിയല്ല, അതൊരു മുൻകൂട്ടി നിശ്ചയിച്ച പദ്ധതിയുടെ ഭാഗമാണ്. അതിനിടെ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നു. സഞ്ജയ് മേനോൻ്റെ മുറിയിൽ കണ്ടെത്തിയ രക്തത്തുള്ളികൾ മരിച്ചയാളുടേതല്ലെന്ന് സ്ഥിരീകരിച്ചു. അത് അപൂർവമായ O നെഗറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട രക്തമായിരുന്നു. രവി സഞ്ജയ് മേനോൻ്റെ ബിസിനസ് പങ്കാളിയായ വിക്രമാദിത്യനെ കാണാൻ തീരുമാനിച്ചു. സഞ്ജയ് കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ വിക്രമാദിത്യൻ അമിതമായി പരിഭ്രമിക്കുന്നത് രവി ശ്രദ്ധിച്ചു. സംഭാഷണത്തിനിടയിൽ വിക്രമാദിത്യൻ്റെ കയ്യിലെ ഒരു ചെറിയ മുറിവ് രവിയുടെ കണ്ണിൽ പെട്ടു. ഈ മുറിവ് എങ്ങനെ പറ്റി? രവി ശാന്തമായി ചോദിച്ചു. അത് ഓഫീസിലെ ഗ്ലാസ് പൊട്ടി തറച്ചതാണ്, വിക്രമാദിത്യൻ പറഞ്ഞു. രവി ചിരിച്ചു. സൂക്ഷിക്കണം വിക്രം, ചില മുറിവുകൾ നമ്മളെ വലിയ കുഴിയിൽ ചാടിക്കും. തിരികെ വരുമ്പോൾ രവി കണ്ടെത്തിയ ആ പഴയ കാറിൻ്റെ കീ ചെയിൻ വീണ്ടും പരിശോധിച്ചു. അതിൽ ഒരു ചെറിയ ചിഹ്നമുണ്ടായിരുന്നു, ഒരു പഴയ ക്ലബിൻ്റെ മുദ്ര. ആ ക്ലബ്ബ് വർഷങ്ങൾക്ക് മുൻപ് പൂട്ടിയതായിരുന്നു. സഞ്ജയ് മേനോനും വിക്രമാദിത്യനും പണ്ട് ആ ക്ലബിലെ അംഗങ്ങളായിരുന്നു എന്ന വിവരം രവിക്ക് ലഭിച്ചു. അന്ന് രാത്രി രവിക്ക് ഒരു അജ്ഞാത സന്ദേശം ലഭിച്ചു. അന്വേഷണം നിർത്തുക, അല്ലെങ്കിൽ അടുത്ത മൃതദേഹം നിങ്ങളുടേതാകും. രവി വിക്രം ആ സന്ദേശം നോക്കി പുഞ്ചിരിച്ചു. വേട്ടക്കാരൻ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ആ ഭീഷണി സന്ദേശം രവി വിക്രമിനെ തളർത്തിയില്ല, പകരം അദ്ദേഹത്തിൻ്റെ ആവേശം വർദ്ധിപ്പിച്ചു. ആ പഴയ കീ ചെയിനിൽ കണ്ട മുദ്ര ഗ്രീൻ വാലി സോഷ്യൽ ക്ലബിൻ്റേതായിരുന്നു. 10 വർഷം മുൻപ് ഒരു സാമ്പത്തിക തട്ടിപ്പിനെ തുടർന്ന്
പൂട്ടിയ ആ ക്ലബിനെക്കുറിച്ച് രവി കൂടുതൽ അന്വേഷിക്കാൻ തീരുമാനിച്ചു. രവി പഴയ പത്രവാർത്തകൾ തിരഞ്ഞു. ആ ക്ലബിലെ പ്രധാന അംഗങ്ങൾ 3 പേരായിരുന്നു. കൊല്ലപ്പെട്ട സഞ്ജയ് മേനോൻ, ബിസിനസ് പങ്കാളി വിക്രമാദിത്യൻ, പിന്നെ ഇപ്പോൾ നഗരത്തിൽ എവിടെയാണെന്ന് ആർക്കും അറിയാത്ത പ്രതാപൻ എന്ന 3ാമൻ. ഹരി, ഈ പ്രതാപനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? രവി തൻ്റെ സഹായിയോട് ചോദിച്ചു. സാർ, പ്രതാപൻ ആ ക്ലബ്ബ് പൂട്ടിയതിനു ശേഷം പാപ്പരായി എന്നാണ് കേൾക്കുന്നത്. അതിനുശേഷം അയാൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധേയമാണ്. പ്രതാപൻ്റെ പഴയ കാറിൻ്റെ മോഡൽ ആ കീ ചെയിനിനോട് സാമ്യമുള്ളതാണ്, ഹരി പറഞ്ഞു. രവി ഉടനെ വിക്രമാദിത്യൻ്റെ ഓഫീസിലേക്ക് വീണ്ടും പോയി. ഇത്തവണ വിക്രമാദിത്യൻ കൂടുതൽ പരിഭ്രാന്തനായിരുന്നു. വിക്രം, 10 വർഷം മുൻപ് ആ ക്ലബിൽ നടന്നത് എന്താണെന്ന് എനിക്കറിയണം. പ്രതാപൻ എവിടെ? രവിയുടെ ചോദ്യം മൂർച്ചയുള്ളതായിരുന്നു. വിക്രമാദിത്യൻ വിറയ്ക്കുന്ന കൈകളോടെ ഒരു സിഗരറ്റ് കത്തിച്ചു. സഞ്ജയ് അവനെ ചതിച്ചതാണ്. ആ തട്ടിപ്പിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും പ്രതാപൻ്റെ തലയിൽ കെട്ടിവെച്ചു. പ്രതാപൻ ജയിലിലായി. ആ ജയിൽവാസത്തിനിടയിൽ അയാളുടെ കുടുംബം തകർന്നു. അവൻ തിരിച്ചു വരുമെന്നും പ്രതികാരം ചെയ്യുമെന്നും അന്ന് പറഞ്ഞിരുന്നു. അന്നേരം രവിക്ക് ഒരു ഫോൺ കോൾ വന്നു. അത് സഞ്ജയ് മേനോൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംബന്ധിച്ചായിരുന്നു. സഞ്ജയുടെ നഖങ്ങൾക്കിടയിൽ നിന്ന് ഒരു ചെറിയ തുണിക്കഷ്ണം കണ്ടെത്തിയിട്ടുണ്ട്. അതൊരു വില കൂടിയ സിൽക്ക് തുണിയുടേതാണ്. സാധാരണയായി അത്തരം തുണികൾ ഉപയോഗിക്കുന്നത് പഴയ കാലത്തെ തയ്യൽക്കാരാണ്. അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ രവിക്ക് മനസ്സിലായി, കൊലയാളി ഒരാളല്ല, മറിച്ച് ഈ 3 പേരുടെയും ഭൂതകാലവുമായി ബന്ധപ്പെട്ട ഒരു വലിയ കെണിയാണിത്. പെട്ടെന്ന് വിക്രമാദിത്യൻ്റെ ഫോണിലേക്ക് ഒരു സന്ദേശം വന്നു. അത് കണ്ട് അയാൾ പിളറി വെളുത്തു. അവൻ വരുന്നു, അവൻ എന്നെയും കൊല്ലും, വിക്രമാദിത്യൻ അലറി. അതേസമയം നഗരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ഒരു ഇരുണ്ട മുറിയിൽ ഒരാൾ സഞ്ജയ് മേനോൻ്റെ ഫോട്ടോയിൽ ഒരു വലിയ എക്സ് അടയാളമിട്ടു. അടുത്ത ലക്ഷ്യം വിക്രമാദിത്യനായിരുന്നു. ആ വ്യക്തിയുടെ കയ്യിൽ സമാനമായ ഒരു പഴയ കീ ചെയിൻ ഉണ്ടായിരുന്നു. വിക്രമാദിത്യൻ ഭയന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ വരുന്നു, പ്രതാപൻ എന്നെ വെറുതെ വിടില്ല, അയാൾ ആവർത്തിച്ച് പറഞ്ഞു. രവി വിക്രം ശാന്തനായി അയാളെ നോക്കി. വിക്രം, ഭയപ്പെട്ടിട്ട് കാര്യമില്ല. സത്യം പറഞ്ഞാൽ മാത്രമേ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയൂ. ആ സന്ദേശത്തിൽ എന്താണുള്ളത്? രവി ചോദിച്ചു. വിക്രമാദിത്യൻ തൻ്റെ ഫോൺ രവിക്ക് നേരെ നീട്ടി. അതിൽ ഒരു പഴയ ഫോട്ടോ ഉണ്ടായിരുന്നു. 10 വർഷം മുൻപ് സഞ്ജയ്, വിക്രമാദിത്യൻ, പ്രതാപൻ എന്നിവർ ചേർന്ന് എടുത്ത ഒരു ഗ്രൂപ്പ് ഫോട്ടോ. എന്നാൽ ആ ഫോട്ടോയിൽ പ്രതാപൻ്റെ മുഖം ചുവന്ന മഷി കൊണ്ട് വെട്ടിയിരിക്കുന്നു. താഴെ ഇപ്രകാരം എഴുതിയിരുന്നു: 2ാമത്തെ ഊഴം നിന്റേതാണ്. രവി ഉടനെ ഹരിയെ വിളിച്ചു. ഹരി, വിക്രമാദിത്യൻ്റെ വീടിന് ചുറ്റും പോലീസ് കാവൽ ഏർപ്പെടുത്തണം. അയാൾ സുരക്ഷിതനായിരിക്കണം. അന്വേഷണം തുടരുന്നതിനിടെ രവി സഞ്ജയ് മേനോൻ്റെ നഖങ്ങൾക്കിടയിൽ നിന്ന് ലഭിച്ച ആ സിൽക്ക് തുണിക്കഷ്ണത്തെക്കുറിച്ച് ചിന്തിച്ചു. അത് സാധാരണ തുണിയല്ല. കർട്ടനുകളിലോ പഴയ തരം കോട്ടുകളിലോ ഉപയോഗിക്കുന്ന ഹെവി സിൽക്കായിരുന്നു. രവി നഗരത്തിലെ പഴയ തയ്യൽക്കാരെയും തുണിക്കച്ചവടക്കാരെയും കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അതിനിടയിൽ ഒരു ഞെട്ടിക്കുന്ന വിവരം രവിക്ക് ലഭിച്ചു. 10 വർഷം മുൻപ് ജയിലിലായ പ്രതാപൻ 2 വർഷം മുൻപ് അവിടെ വെച്ച് മരിച്ചു എന്നാണ് ജയിൽ രേഖകൾ പറയുന്നത്. മരിച്ച ഒരാൾ എങ്ങനെ കൊലപാതകം നടത്തും? ഹരി അത്ഭുതപ്പെട്ടു. രേഖകൾ എപ്പോഴും സത്യമാകണമെന്നില്ല ഹരി, രവി തൻ്റെ പൈപ്പ് വലിച്ചുകൊണ്ട് പറഞ്ഞു. അല്ലെങ്കിൽ പ്രതാപന് വേണ്ടി മറ്റാരോ പ്രതികാരം ചെയ്യുന്നു. ഒരുപക്ഷെ അയാളുടെ മകനോ അതോ അടുത്ത ബന്ധുക്കളോ. അന്ന് വൈകുന്നേരം രവി വിക്രമാദിത്യൻ്റെ വീട്ടിലെത്തി. വീടിന് പുറത്ത് പോലീസ് കാവലുണ്ടായിരുന്നു. പക്ഷേ അകത്ത് കയറിയ രവി കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. വിക്രമാദിത്യൻ തൻ്റെ മുറിയിൽ അബോധാവസ്ഥയിൽ കിടക്കുന്നു. മുറിയിലെ ജനൽ തുറന്നു കിടപ്പുണ്ട്. രവി ഓടിച്ചെന്ന് പരിശോധിച്ചു. വിക്രമാദിത്യൻ മരിച്ചിട്ടില്ല. പക്ഷേ അയാൾക്ക് കഠിനമായ മയക്കുമരുന്ന് നൽകിയിട്ടുണ്ട്. മേശപ്പുറത്ത് ഒരു കത്തുണ്ടായിരുന്നു. അതിൽ ഒരൊറ്റ വരി മാത്രം: അവൻ സാക്ഷിയല്ല, അവൻ കുറ്റവാളിയാണ്.
പെട്ടെന്ന് രവിയുടെ ശ്രദ്ധ ജനലരികിലെ തറയിൽ പതിഞ്ഞു. അവിടെ ഒരു ചെറിയ ചെളി പുരണ്ട പാദം പതിഞ്ഞിട്ടുണ്ട്. അത് ഒരു പുരുഷൻ്റേതല്ല, മറിച്ച് ഒരു കുട്ടിയുടേതോ അല്ലെങ്കിൽ വളരെ ചെറിയ ശരീരപ്രകൃതിയുള്ള ഒരാളുടേതോ ആയിരുന്നു. അതേസമയം പോലീസ് കാവൽ നിൽക്കുന്ന വീടിൻ്റെ പിൻഭാഗത്തുനിന്ന് ഒരു നിഴൽ രൂപം അതിവേഗം ഓടിമറയുന്നത് രവി കണ്ടു. ആ നിഴൽ രൂപത്തിന് പിന്നാലെ രവി വിക്രം ഓടി. ഫ്ളാറ്റിൻ്റെ പിൻവശത്തെ ഇരുട്ടിലേക്കാണ് ആ രൂപം മറഞ്ഞത്. വളരെ വേഗത്തിലുള്ള ചലനങ്ങൾ. രവി തൻ്റെ ടോർച്ച് തെളിച്ചു. പക്ഷേ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. തറയിൽ വീണ്ടും ആ ചെറിയ കാൽപ്പാടുകൾ കണ്ടു. അത് അവസാനിച്ചത് ഫ്ളാറ്റിൻ്റെ താഴെയുള്ള പഴയ സ്റ്റോർ റൂമിന് മുന്നിലാണ്. രവി പതുക്കെ വാതിൽ തുറന്നു. അകത്ത് പൊടി പിടിച്ച പഴയ ഫയലുകളും ക്ലബിൻ്റെ ഫർണിച്ചറുകളും കൂട്ടിയിട്ടിരിക്കുന്നു. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ഒരു അലമാരയുടെ പിന്നിൽ ആരോ ഒളിച്ചിരിക്കുന്നു. പുറത്തു വരൂ, രവി ശാന്തനായി പറഞ്ഞു. നിങ്ങൾ എന്നിൽ നിന്ന് രക്ഷപ്പെടില്ല. അവിടെ നിന്ന് പുറത്തു വന്നത് ഒരു 12 വയസ്സുകാരനായിരുന്നു. പേടിച്ചു വിറച്ച കണ്ണുകളുമായി അവൻ രവിയെ നോക്കി. അവൻ്റെ കയ്യിൽ ഒരു സിൽക്ക് തുണി കൊണ്ടുള്ള ചെറിയ സഞ്ചി ഉണ്ടായിരുന്നു. നീ ആരാണ്? ഇവിടെ എന്ത് ചെയ്യുകയാണ്? രവി ചോദിച്ചു. ഞാൻ രാഹുൽ, പ്രതാപൻ അങ്കിളിൻ്റെ അയൽവാസിയായിരുന്നു. അദ്ദേഹം മരിക്കുന്നതിനു മുൻപ് എനിക്ക് ഈ സഞ്ചി തന്നു. ഇത് സഞ്ജയ് അങ്കിളിന് കൊടുക്കണമെന്ന് പറഞ്ഞു, ആ കുട്ടി വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. രവി ആ സഞ്ചി വാങ്ങി പരിശോധിച്ചു. അതിനുള്ളിൽ ഒരു പഴയ ഡയറിയും കുറച്ച് ഫോട്ടോകളും ഉണ്ടായിരുന്നു. ഡയറി തുറന്ന രവി ഞെട്ടിപ്പോയി. അതിൽ സഞ്ജയ് മേനോനും വിക്രമാദിത്യനും ചേർന്ന് നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകളുടെ കൃത്യമായ കണക്കുകൾ ഉണ്ടായിരുന്നു. അതിലുപരി 10 വർഷം മുൻപ് നടന്ന ഒരു മരണത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഉണ്ട്. രാഹുൽ, നീ എങ്ങനെയാണ് വിക്രമാദിത്യൻ്റെ മുറിയിൽ കയറിയത്? രവി ചോദിച്ചു. ഞാൻ കയറിയതല്ല, ഒരാൾ എന്നെ അവിടെ എത്തിച്ചു. അയാൾ കറുത്ത കോട്ടും മാസ്കും ധരിച്ചിരുന്നു. എന്നോട് അവിടെ ഒളിച്ചിരിക്കാൻ പറഞ്ഞു, കുട്ടി പറഞ്ഞു. രവിക്ക് കാര്യം ഏകദേശം വ്യക്തമായി. കൊലയാളി രാഹുലിനെ ഒരു കരുവാക്കുകയാണ്. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും രവിയുടെ ശ്രദ്ധ മാറ്റാനും അവൻ ശ്രമിക്കുന്നു. വിക്രമാദിത്യന് മയക്കുമരുന്ന് നൽകിയത് ആ കുട്ടിയല്ല, മറിച്ച് ആ കറുത്ത കോട്ടിട്ട രൂപമാണ്. രവി ഡയറിയിലെ അവസാന പേജ് മറിച്ചു. അവിടെ ചോരക്കറ പുരണ്ട ഒരു വരി ഉണ്ടായിരുന്നു. യഥാർത്ഥ കൊലയാളി ഇപ്പോഴും സഞ്ജയുടെ വീട്ടിലുണ്ട്. പെട്ടെന്ന് രവിയുടെ ഫോൺ അടിച്ചു. ഹരിയായിരുന്നു അത്. സാർ, സഞ്ജയ് മേനോൻ്റെ വീട്ടിൽ നിന്ന് ഒരു രഹസ്യ അറ കണ്ടെത്തി. അവിടെ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എത്തുമ്പോഴേക്കും അയാൾ രക്ഷപ്പെട്ടു. അവിടെ ഒരു പഴയ ടൈപ്പ് റൈറ്റർ കണ്ടെത്തിയിട്ടുണ്ട്. രവി ആലോചിച്ചു. സിൽക്ക് തുണി, പഴയ ടൈപ്പ് റൈറ്റർ, ക്ലബിൻ്റെ കീ ചെയിൻ, ഇതെല്ലാം ഒരാളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഹരി, സഞ്ജയ് മേനോൻ്റെ പേഴ്സണൽ സെക്രട്ടറി എവിടെ? രവി ചോദിച്ചു. അയാൾ അവധിയിലാണ് സർ, നാട്ടിൽ പോയി എന്നാണ് പറഞ്ഞത്. സഞ്ജയ് മേനോൻ്റെ സെക്രട്ടറി തോമസിനെ കുറിച്ചുള്ള വിവരങ്ങൾ രവി ശേഖരിക്കാൻ തുടങ്ങി. തോമസ് കഴിഞ്ഞ 5 വർഷമായി സഞ്ജയ് മേനോൻ്റെ കൂടെയുണ്ട്. ശാന്ത സ്വഭാവക്കാരൻ, അധികം സംസാരിക്കാത്തവൻ. ഇതായിരുന്നു എല്ലാവർക്കും തോമസിനെ കുറിച്ചുള്ള അഭിപ്രായം. എന്നാൽ രവിക്ക് തോമസിൻ്റെ പശ്ചാത്തലത്തിൽ എന്തോ പന്തികേട് തോന്നി. ഹരി, തോമസിൻ്റെ നാട് എവിടെയാണെന്ന് അന്വേഷിച്ചോ? രവി ചോദിച്ചു. സർ, അയാൾ ഇടുക്കി സ്വദേശിയാണെന്നാണ് രേഖകളിലുള്ളത്. പക്ഷേ അവിടെ അങ്ങനെ ഒരാളില്ലെന്നാണ് ലോക്കൽ പോലീസ് പറയുന്നത്. അയാളുടെ ID കാർഡും അഡ്രസ്സും എല്ലാം വ്യാജമാണ്. ഹരിയുടെ മറുപടി രവിയെ ഒട്ടും അത്ഭുതപ്പെടുത്തിയില്ല. രവി വീണ്ടും ആ പഴയ ഡയറിയിലേക്ക് ശ്രദ്ധ തിരിച്ചു. അതിലൊരു പേരിൽ രവി തങ്ങി നിന്നു. നിർമ്മല. 10 വർഷം മുൻപ് ക്ലബ്ബ് പൂട്ടിയ സമയത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ഒരു യുവതിയായിരുന്നു നിർമ്മല. അവൾ പ്രതാപൻ്റെ സഹോദരിയായിരുന്നു. സഞ്ജയ് മേനോനും വിക്രമാദിത്യനും ചേർന്ന് നടത്തിയ തട്ടിപ്പ് നിർമ്മല അറിഞ്ഞുവെന്നും അതുകൊണ്ടാണ് അവൾ കൊല്ലപ്പെട്ടതെന്നും ഡയറിയിൽ സൂചനയുണ്ട്. പ്രതികാരം, രവി സ്വയം പറഞ്ഞു. ഇത് കേവലം പണത്തിന് വേണ്ടിയുള്ള കൊലപാതകമല്ല, 10 വർഷം മുൻപ് നഷ്ടപ്പെട്ട ഒരു ജീവന് വേണ്ടിയുള്ള പകയാണ്. പെട്ടെന്ന് രവിയുടെ ഫോണിലേക്ക് ഒരു വീഡിയോ സന്ദേശം വന്നു.
അത് വിക്രമാദിത്യൻ്റെ മുറിയിൽ നിന്നുള്ളതായിരുന്നു. ബോധം വീണ വിക്രമാദിത്യൻ കസേരയിൽ കെട്ടിയിടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കഴുത്തിന് നേരെ ഒരു കത്തി വെച്ചിട്ടുണ്ട്. പിന്നിൽ നിൽക്കുന്ന ആൾ കറുത്ത കോട്ടും മാസ്കും ധരിച്ചിരിക്കുന്നു. വീഡിയോയിൽ ഒരു ശബ്ദം കേട്ടു. രവി വിക്രം, നിങ്ങൾ മിടുക്കനാണ്. പക്ഷേ നിയമത്തിന് ശിക്ഷിക്കാൻ കഴിയാത്തവരെ ഞാൻ ശിക്ഷിക്കും. ഇന്ന് രാത്രി 10 മണിക്ക് പഴയ ഗ്രീൻ വാലി ക്ലബിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിലേക്ക് വരൂ. വിക്രമാദിത്യൻ്റെ ജീവൻ വേണമെങ്കിൽ ഒറ്റയ്ക്ക് വരണം. രവി തൻ്റെ റിവോൾവർ പരിശോധിച്ചു. ഹരി, നീ പോലീസുമായി ക്ലബിന് ചുറ്റും നിലയുറപ്പിക്കണം. പക്ഷേ ഞാൻ അകത്ത് കയറുന്നതുവരെ ആരും അനങ്ങരുത്. വിക്രമാദിത്യൻ്റെ ജീവൻ അപകടത്തിലാണ്. രാത്രി 10 മണി. നഗരത്തിന് പുറത്തുള്ള വിജനമായ ആ പഴയ കെട്ടിടത്തിന് മുന്നിൽ രവി എത്തി. തുരുമ്പിച്ച ഗേറ്റും കാടുപിടിച്ച പരിസരവും. കെട്ടിടത്തിനുള്ളിൽ നിന്ന് ഒരു ടൈപ്പ്റൈറ്ററിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. തിക് തിക് തിക്. രവി പതുക്കെ അകത്തേക്ക് നടന്നു. ഹാളിൻ്റെ നടുവിൽ ഒരു ടേബിൾ ലാമ്പിൻ്റെ വെളിച്ചത്തിൽ ആരോ ഇരിക്കുന്നു. അത് തോമസ് ആയിരുന്നു, സഞ്ജയ് മേനോൻ്റെ സെക്രട്ടറി. പക്ഷേ അയാളുടെ വേഷം മാറിയിരിക്കുന്നു. അയാൾ ആ പഴയ സിൽക്ക് കോട്ട് ധരിച്ചിരുന്നു. സ്വാഗതം മിസ്റ്റർ രവി വിക്രം, തോമസ് ശാന്തമായി പറഞ്ഞു. നിങ്ങൾ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. പഴയ ക്ലബ്ബ് ഹാളിനുള്ളിൽ ടൈപ്പ്റൈറ്ററിൻ്റെ ശബ്ദം നിലച്ചു. തോമസ് പതുക്കെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അയാളുടെ കണ്ണുകളിൽ കത്തുന്ന പ്രതികാരത്തിൻ്റെ തീക്ഷ്ണത രവിക്ക് വ്യക്തമായി കാണാമായിരുന്നു. തോമസ്, അതല്ലല്ലോ നിന്റെ യഥാർത്ഥ പേര്? രവി തൻ്റെ കൈകൾ കോട്ടിൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ചോദിച്ചു. തോമസ് ചിരിച്ചു. പേരിലെന്തിരിക്കുന്നു രവി? 10 വർഷം മുൻപ് ഈ മണ്ണിൽ എൻ്റെ അച്ഛൻ പ്രതാപൻ്റെ അഭിമാനവും എൻ്റെ അമ്മായി നിർമ്മലയുടെ ജീവനും ഇല്ലാതായപ്പോൾ ആരും പേര് ചോദിച്ചു വന്നില്ല. സഞ്ജയ് മേനോനും വിക്രമാദിത്യനും പടുത്തുയർത്തിയ ഈ സാമ്രാജ്യം എൻ്റെ കുടുംബത്തിൻ്റെ ശവക്കല്ലറയ്ക്ക് മുകളിലാണ്. രവി ചുറ്റും നോക്കി. ഹാളിലെ ഒരു തൂണിൽ വിക്രമാദിത്യനെ കെട്ടിയിട്ടിരിക്കുന്നു. അയാളുടെ വായ മൂടിക്കെട്ടിയിരിക്കുകയാണ്. കണ്ണുകളിൽ മരണഭയം. നിന്റെ അച്ഛൻ ജയിലിൽ കിടന്ന് മരിച്ചതല്ലേ തോമസ്? നീ എന്തിനാണ് നിയമം കയ്യിലെടുക്കുന്നത്? രവി ചോദിച്ചു. നിയമമോ? തോമസ് പരിഹാസത്തോടെ ചോദിച്ചു. അച്ഛനെ ചതിച്ച് ജയിലിലാക്കിയപ്പോൾ നിയമം എവിടെയായിരുന്നു? നിർമ്മല അമ്മായിയെ അവർ രണ്ടുപേരും ചേർന്ന് ഈ ക്ലബിൻ്റെ ടെറസിൽ നിന്ന് തള്ളിയിട്ടപ്പോൾ നിയമം എവിടെയായിരുന്നു? അത് ആത്മഹത്യയാണെന്ന് പറഞ്ഞ് എഴുതിത്തള്ളാൻ ഇവർക്ക് പണമുണ്ടായിരുന്നു. പക്ഷേ ആ സത്യം ടൈപ്പ് ചെയ്ത ഒരു ഡയറി അച്ഛൻ സൂക്ഷിച്ചിരുന്നു. അത് കണ്ടെത്താൻ എനിക്ക് 5 വർഷം ഇവരുടെ കൂടെ അടിമയെപ്പോലെ ജോലി ചെയ്യേണ്ടി വന്നു. രവി പതുക്കെ വിക്രമാദിത്യൻ്റെ അടുത്തേക്ക് നീങ്ങി. സഞ്ജയ് മേനോനെ നീ കൊന്നത് ആ ഡയറി കിട്ടിയത് കൊണ്ടാണോ? അതെ, തോമസ് പറഞ്ഞു. ആ പഴയ കീ ചെയിൻ ഞാൻ മനഃപൂർവ്വം അവിടെ ഇട്ടതാണ്, എൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായി. സഞ്ജയ് മരിക്കുമ്പോൾ ഭയന്നിരുന്നു. അയാൾ തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. ഇനി ഇവൻ്റെ ഊഴമാണ്. തോമസ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മൂർച്ചയുള്ള കത്തി വിക്രമാദിത്യൻ്റെ കഴുത്തിന് നേരെ ഉയർത്തി. നിൽക്കൂ, രവി അലറി. തോമസ്, നീ ഇത് ചെയ്താൽ നിന്റെ അച്ഛൻ ആഗ്രഹിച്ച നീതി നിനക്ക് ലഭിക്കില്ല. നീയും ഒരു കൊലയാളിയായി മാറും. സഞ്ജയ് മേനോൻ്റെ കൊലപാതകത്തിന് നിനക്ക് ശിക്ഷ ലഭിക്കും. പക്ഷേ വിക്രമാദിത്യനെ നമുക്ക് നിയമത്തിന് മുന്നിലെത്തിക്കാം. ഇവനെ നിയമം ഒന്നും ചെയ്യില്ല രവി, തോമസ് പറഞ്ഞു. പെട്ടെന്ന് കെട്ടിടത്തിന് പുറത്ത് പോലീസ് സൈറണുകൾ മുഴങ്ങി. ഹരിയും സംഘവും ക്ലബ്ബ് വളഞ്ഞു കഴിഞ്ഞിരുന്നു. തോമസ് പരിഭ്രമിച്ചു. ആ നിമിഷം രവി വിക്രം മുന്നോട്ട് കുതിച്ചു. പക്ഷേ തോമസ് തന്ത്രപരമായി പിന്നിലേക്ക് മാറി ഒരു സ്വിച്ച് അമർത്തി. പെട്ടെന്ന് ഹാളിനുള്ളിലെ വിളക്കുകൾ അണഞ്ഞു. ഇരുട്ടിൽ ഒരു വെടിയൊച്ച കേട്ടു. ആ ഇരുട്ടിൽ മുഴങ്ങിയ വെടിയൊച്ച ക്ലബിൻ്റെ ചുവരുകളിൽ പ്രതിധ്വനിച്ചു. സെക്കൻഡുകൾക്ക് ശേഷം രവി തൻ്റെ കൈവശമുണ്ടായിരുന്ന ടോർച്ച് തെളിച്ചു. ഹാളിൻ്റെ ഒരറ്റത്ത് തോമസ് തറയിൽ വീണ് കിടക്കുന്നു. അയാളുടെ കയ്യിലെ തോക്ക് ദൂരേക്ക് തെറിച്ചു പോയിരിക്കുന്നു. എന്നാൽ രവിക്ക് അത്ഭുതം തോന്നിയത് തോമസിനെ വീഴ്ത്തിയത് തൻ്റെ വെടിയുണ്ടയല്ല എന്നറിഞ്ഞപ്പോഴാണ്. മറ്റൊരു വശത്ത് കെട്ടുകൾ അഴിഞ്ഞ് ചോര പുരണ്ട കൈകളുമായി വിക്രമാദിത്യൻ നിൽക്കുന്നു. അയാളുടെ കയ്യിൽ ഒരു ചെറിയ പിസ്റ്റൾ ഉണ്ടായിരുന്നു. നീ വൈകിപ്പോയി രവി, വിക്രമാദിത്യൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. ഇവൻ എന്നെ കൊല്ലാൻ നോക്കിയതാണ്.
ആത്മരക്ഷാർത്ഥം എനിക്ക് വെടിവെക്കേണ്ടി വന്നു. രവി തോമസിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. വെടിയുണ്ട തോമസിൻ്റെ തോളിലാണ് തറച്ചിരിക്കുന്നത്. അയാൾ ബോധരഹിതനായിട്ടില്ല. രവി ഉടനെ പോലീസിനെ അകത്തേക്ക് വിളിച്ചു. ഹരിയും സംഘവും ഓടിയെത്തി തോമസിനെ കസ്റ്റഡിയിലെടുത്തു. സർ, കേസ് അവസാനിച്ചല്ലോ, ഹരി പറഞ്ഞു. കൊലയാളി പിടിയിലായി. വിക്രമാദിത്യൻ രക്ഷപ്പെട്ടു. എന്നാൽ രവി വിക്രം ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം വിക്രമാദിത്യൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് വാങ്ങി പരിശോധിച്ചു. പിന്നീട് തോമസ് ടൈപ്പ് ചെയ്തു കൊണ്ടിരുന്ന ആ പഴയ ടൈപ്പ് റൈറ്ററിലെ കടലാസിലേക്ക് നോക്കി. അതിൽ പകുതി മാത്രം ടൈപ്പ് ചെയ്ത ഒരു വാചകമുണ്ടായിരുന്നു. സത്യം പുറത്തു വരാൻ പോകുന്നു. വിക്രം, നിങ്ങൾ എങ്ങനെയാണ് കെട്ടുകൾ അഴിച്ചത്? രവി ശാന്തമായി ചോദിച്ചു. അത് അവൻ എന്നെ കൊല്ലാൻ വന്നപ്പോൾ ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. എൻ്റെ പോക്കറ്റിൽ ഒരു ചെറിയ തോക്കുണ്ടായിരുന്നു, വിക്രമാദിത്യൻ വിക്കി. രവി വിക്രമാദിത്യൻ്റെ മുഖത്തേക്ക് ടോർച്ചടിച്ചു. നിങ്ങൾ കള്ളം പറയുകയാണ് വിക്രം. ഈ തോക്ക് തോമസിൻ്റേതല്ല, നിങ്ങളുടേതുമല്ല. ഇത് സഞ്ജയ് മേനോൻ്റെ ശേഖരത്തിലുള്ള തോക്കാണ്. തോമസ് നിങ്ങളെ കെട്ടിയിട്ടതല്ല, മറിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വന്ന് അവനെ പ്രകോപിപ്പിച്ചതാണ്. തോമസ് നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചതല്ല, മറിച്ച് നിങ്ങൾ അയാളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയായിരുന്നു. വിക്രമാദിത്യൻ്റെ മുഖത്തെ ഭാവം മാറി. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അവൻ സഞ്ജയിനെ കൊന്ന കൊലയാളിയാണ്. അതെ, തോമസ് സഞ്ജയെ കൊന്നു. പക്ഷേ സഞ്ജയെ കൊല്ലാൻ തോമസിന് സഹായം നൽകിയത് നിങ്ങളാണ്, രവി വെളിപ്പെടുത്തി. സഞ്ജയ് മേനോനെ ബിസിനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ നിങ്ങൾ തോമസിനെ കരുവാക്കി. എന്നാൽ തോമസ് തൻ്റെ അച്ഛൻ്റെ പ്രതികാരം തീർക്കാൻ നിങ്ങളെയും ലക്ഷ്യം വെക്കുന്നു എന്ന് കണ്ടപ്പോൾ നിങ്ങൾ അയാളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് തോമസ് കണ്ണു തുറന്നു. അയാൾ ചോര തുപ്പിക്കൊണ്ട് ചിരിച്ചു. രവി, ഇവർ രണ്ടുപേരും ഒരുപോലെ പാപികളാണ്. പക്ഷേ സഞ്ജയിനെ കൊന്നത് ഞാനല്ല. ഹാളിൽ പെട്ടെന്ന് നിശബ്ദത പടർന്നു. രവി ഞെട്ടലോടെ തോമസിനെ നോക്കി. നീ അല്ലെങ്കിൽ പിന്നെ ആരാണ് സഞ്ജയെ കൊന്നത്? തോമസ് പറഞ്ഞ വാചകം കേട്ട് ഹോൾ ഒന്നടങ്കം സ്തംഭിച്ചുപോയി. വിക്രമാദിത്യൻ ആകെ പരിഭ്രാന്തനായി. അവൻ കള്ളം പറയുകയാണ് രവി, എന്നെ കുടുക്കാൻ നോക്കുകയാണ്, വിക്രമാദിത്യൻ അലറി. രവി വിക്രം തോമസിൻ്റെ അടുത്തേക്ക് മുട്ടുകുത്തിയിരുന്നു. തോമസ്, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? സഞ്ജയെ കൊന്നത് നീ അല്ലെന്നോ? തോമസ് കഷ്ടപ്പെട്ട് സംസാരിച്ചു. ഞാൻ ആ രാത്രി സഞ്ജയിൻ്റെ മുറിയിൽ എത്തിയപ്പോൾ അയാൾ മരിച്ചിരുന്നു. വിക്രമാദിത്യൻ എന്നോട് പറഞ്ഞത് പണം നൽകാമെന്നും ആ കൊലപാതകത്തിൻ്റെ തെളിവുകൾ നശിപ്പിക്കാൻ സഹായിക്കണമെന്നുമാണ്. എൻ്റെ അച്ഛൻ്റെ ഡയറി തരാമെന്നും അയാൾ വാഗ്ദാനം ചെയ്തു. ഞാൻ ആ ഡയറിക്ക് വേണ്ടി അയാൾ പറഞ്ഞത് അനുസരിച്ചു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി വിക്രമാദിത്യൻ എന്നെ ചതിക്കുകയാണെന്ന്. രവി എഴുന്നേറ്റു. വിക്രമാദിത്യൻ്റെ അടുത്തേക്ക് നടന്നു. അപ്പോൾ തോമസ് പറഞ്ഞത് ശരിയാണെങ്കിൽ സഞ്ജയെ കൊന്നത് നീയാണ് വിക്രം. സഞ്ജയുടെ മരണശേഷം ആ പേരിൽ തോമസിൻ്റെ ഉപയോഗിച്ച് നാടകം കളിച്ചത് നീയാണ്. വിക്രമാദിത്യൻ പൊട്ടിച്ചിരിച്ചു. തെളിവുണ്ടോ രവി? വെറും ഒരു ക്രിമിനലിൻ്റെ വാക്ക് കേട്ട് നീ എന്നെ പ്രതിയാക്കുമോ? രവി തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ വസ്തു പുറത്തെടുത്തു. അതൊരു സ്വർണ്ണ ബട്ടണായിരുന്നു. ഇത് സഞ്ജയ് മേനോൻ്റെ മുറിയിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണ്. സഞ്ജയ് മരിക്കുന്നതിന് മുൻപ് നടന്ന പിടിവലിക്കിടയിൽ കൊലയാളിയുടെ ഷർട്ടിൽ നിന്ന് തെറിച്ചു വീണതാണിത്. വിക്രം, നിങ്ങളുടെ ഇന്നത്തെ ഷർട്ടിൽ ഒരു ബട്ടൺ കുറവാണല്ലോ. വിക്രമാദിത്യൻ തൻ്റെ ഷർട്ടിലേക്ക് നോക്കി. രവി പറഞ്ഞത് സത്യമായിരുന്നു. വിക്രമാദിത്യൻ്റെ മുഖം വിളറി. മാത്രമല്ല, രവി തുടർന്നു, സഞ്ജയ് കൊല്ലപ്പെട്ട രാത്രിയിൽ ആ അജ്ഞാത നമ്പറിൽ നിന്ന് കോളുകൾ വന്നത് തോമസിൻ്റെ ഫോണിലേക്കല്ല, നിങ്ങളുടെ രണ്ടാമത്തെ ഫോണിലേക്കാണ്. ആ ലൊക്കേഷൻ നിങ്ങളുടെ ഓഫീസായിരുന്നു. നിങ്ങൾ സ്വന്തം പങ്കാളിയെ കൊന്നതിനു ശേഷം ആ പഴി പ്രതാപൻ്റെ കുടുംബത്തിനുമേൽ കെട്ടിവെക്കാൻ നോക്കി. വിക്രമാദിത്യൻ പെട്ടെന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് രവിക്ക് നേരെ ചൂണ്ടി. മതി, നിന്റെ ബുദ്ധി എനിക്ക് വലിയ തലവേദനയാകുന്നു. ഇവിടെ വച്ച് നീയും തോമസും മരിക്കും. പോലീസിനോട് ഞാൻ പറയും നിങ്ങൾ പരസ്പരം വെടിവെച്ചു മരിച്ചതാണെന്ന്. വിക്രമാദിത്യൻ ട്രിഗർ അമർത്താൻ തുനിഞ്ഞു. പക്ഷേ രവി അനങ്ങിയില്ല. ഒരു ചെറു പുഞ്ചിരിയോടെ രവി പറഞ്ഞു, വിക്രം, ആ തോക്ക് പരിശോധിച്ചിട്ട് ട്രിഗർ അമർത്തു. വിക്രമാദിത്യൻ തോക്കിലേക്ക് നോക്കി.
പെട്ടെന്ന് ഹരിയും സംഘവും എല്ലാ വശങ്ങളിൽ നിന്നും തോക്കുമായി വിക്രമാദിത്യനെ വളഞ്ഞു. വിക്രമാദിത്യൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്കിൽ ഉണ്ടകൾ ഇല്ലായിരുന്നു. രവി നേരത്തെ തന്നെ അത് തന്ത്രപരമായി മാറ്റിയിരുന്നു. നിന്റെ കളി അവസാനിച്ചു വിക്രം, രവി പറഞ്ഞു. നിയമത്തിൽ നിന്ന് നിനക്ക് ഇനി രക്ഷയില്ല. പോലീസ് വിക്രമാദിത്യനെ വിലങ്ങുവച്ചു. എന്നാൽ തോമസ് ഒരു കൈപ്പുള്ള ചിരിയോടെ രവിയെ നോക്കി. രവി, സത്യം പുറത്തു വന്നു. പക്ഷേ എൻ്റെ അച്ഛനും അമ്മായിക്കും നീതി കിട്ടിയോ? രവി വീണ്ടും ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി. നീതി ലഭിക്കും തോമസ്, പക്ഷേ ഇനിയും ഒരു രഹസ്യം ബാക്കിയുണ്ട്. സഞ്ജയ് കൊല്ലപ്പെട്ട രാത്രി ആ മുറിയിലെ വാതിൽ അകത്തുനിന്ന് പൂട്ടിയത് ആരാണ്? ഹാളിൽ വിക്രമാദിത്യൻ്റെ അലർച്ചകൾ നിലച്ചു. പോലീസ് അയാളെ കൊണ്ടുപോയി. പരിക്കേറ്റ തോമസിനെ ആംബുലൻസിലേക്ക് മാറ്റി. എന്നാൽ രവി വിക്രം ഇപ്പോഴും ആ പഴയ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് രാത്രിയിലെ നഗരത്തെ നോക്കി നിൽക്കുകയായിരുന്നു. ഹരി രവിയുടെ അടുത്തേക്ക് വന്നു. സർ, എല്ലാം അവസാനിച്ചു. വിക്രമാദിത്യൻ കുറ്റം സമ്മതിച്ചു. പക്ഷേ സാർ, നേരത്തെ ചോദിച്ച ആ ചോദ്യം, ആ മുറി അകത്തുനിന്ന് പൂട്ടിയതാരാണ്? വിക്രമാദിത്യൻ പുറത്തു നിന്നാണ് കൊലപ്പെടുത്തിയത് എങ്കിൽ വാതിൽ എങ്ങനെയാണ് പൂട്ടപ്പെട്ടത്? രവി ഒരു ചെറിയ താക്കോൽ പുറത്തെടുത്തു. അത് സഞ്ജയ് മേനോൻ്റെ ഫ്ലാറ്റിലെ ആ മുറിയുടേതായിരുന്നു. ഹരി, നമ്മളെല്ലാവരും കരുതിയത് കൊലയാളി വാതിൽ പൂട്ടി രക്ഷപ്പെട്ടു എന്നാണ്. എന്നാൽ സത്യം അതല്ല. സഞ്ജയ് മേനോൻ കൊല്ലപ്പെട്ടത് വിക്രമാദിത്യൻ്റെ വെടിയേറ്റല്ല. വിക്രമാദിത്യൻ അയാളെ വെടിവെക്കാൻ ശ്രമിച്ചു എന്നത് സത്യമാണ്. പക്ഷേ സഞ്ജയ് മേനോൻ മരിച്ചത് ഹൃദയസ്തംഭനം മൂലമാണ്. ഹരി അത്ഭുതപ്പെട്ടു. അപ്പോൾ വെടിയുണ്ട സഞ്ജയുടെ ശരീരത്തിൽ തറച്ചിരുന്നില്ല. വിക്രമാദിത്യൻ വെടിയുതിർത്തപ്പോൾ സഞ്ജയ് ഭയന്ന് താഴെ വീണു. അയാളുടെ ഹൃദയം നിലച്ചു. വിക്രം കരുതിയത് സഞ്ജയ് മരിച്ചു എന്നാണ്. അയാൾ പരിഭ്രാന്തനായി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ വാതിൽ തുറന്നു തന്നെ കിടക്കുകയായിരുന്നു. രവി പതുക്കെ തുടർന്നു. ആ വാതിൽ അകത്തുനിന്ന് പൂട്ടിയത് അവിടെ ഒളിച്ചിരുന്ന മൂന്നാമതൊരാളാണ്. ആ 12 വയസ്സുകാരൻ രാഹുൽ. ഹരി ഞെട്ടിപ്പോയി. ആ കുട്ടിയോ? അവൻ എന്തിനാണ് അത് ചെയ്തത്? രാഹുൽ അന്ന് രാത്രി സഞ്ജയുടെ വീട്ടിൽ പോയത് പ്രതാപൻ്റെ ഡയറി തിരിച്ചു ചോദിക്കാനാണ്. അവൻ അവിടെ എത്തിയപ്പോൾ വിക്രമാദിത്യൻ സഞ്ജയെ ഭീഷണിപ്പെടുത്തുന്നത് കണ്ടു. പേടിച്ചു പോയ ആ കുട്ടി അവിടുത്തെ രഹസ്യ അറയിൽ ഒളിച്ചു. വിക്രമാദിത്യൻ പോയി കഴിഞ്ഞപ്പോൾ അവൻ പുറത്തു വന്നു. സഞ്ജയ് മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ അവൻ ഭയന്നു. പോലീസ് വന്നാൽ താനായിരിക്കും പ്രതിയെന്ന് കരുതി അവൻ വാതിൽ അകത്തുനിന്ന് പൂട്ടി ജനലിലൂടെ പുറത്തേക്ക് കടന്നു. ആ ജനൽ അല്പം തുറന്നിരുന്നത് അതുകൊണ്ടാണ്. രവി ഒരു ദീർഘനിശ്വാസം വിട്ടു. 10 വർഷം മുൻപ് തുടങ്ങിവെച്ച ഒരു ചതിയുടെ കഥയാണ് ഇന്ന് അവസാനിച്ചത്. പ്രതാപൻ്റെ മകൻ തോമസും അയാളെ സ്നേഹിച്ച ആ കൊച്ചു ബാലനും ഒരേ സത്യത്തിനു പിന്നാലെയായിരുന്നു. ഒരാൾ പ്രതികാരത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തു, മറ്റൊരാൾ ഭയത്തിൻ്റെ. പിറ്റേന്ന് രാവിലെ രവി വിക്രം തൻ്റെ ഓഫീസിലിരുന്ന് പത്രം വായിച്ചു. വാർത്തകളിൽ ഡിറ്റക്റ്റീവ് രവി വിക്രമിൻ്റെ പേര് നിറഞ്ഞു നിന്നു. തോമസിന് കോടതി കുറഞ്ഞ ശിക്ഷയെ നൽകൂ എന്ന് രവിക്ക് ഉറപ്പായിരുന്നു. കാരണം അയാൾ സത്യം പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചു. ഹരി ഒരു കപ്പ് ചായയുമായി വന്നു. സർ, പുതിയൊരു കേസ് വന്നിട്ടുണ്ട്. നഗരത്തിലെ ഒരു മ്യൂസിയത്തിൽ നിന്ന് വിലപിടിപ്പുള്ള ഒരു വജ്രം കാണാതായിരിക്കുന്നു. രവി വിക്രം തൻ്റെ തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു. ഒരു ചെറുപുഞ്ചിരിയോടെ അദ്ദേഹം പറഞ്ഞു, നമുക്ക് പോകാം ഹരി. അന്വേഷണം ഒരിക്കലും അവസാനിക്കുന്നില്ല.